ഈ സെഷൻ്റെ പേര് ആൻറ്റി ഫംഗൽ ഡ്രഗ്സ്. ഫംഗൽ ഇൻഫെക്ഷൻസിന് യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഡ്രഗ്സാണ് ഈ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. An introduction. Fungal infection, generally superficial infections ആണ് കൂടുതലും നമുക്ക് പരിചയമുള്ളത്. സ്കിന്നിൽ, നെയിലിൽ, മ്യൂക്കസ് മെംബ്രെയിനിലൊക്കെ ഉണ്ടാവുന്ന ഇൻഫെക്ഷൻസ്. ഇത് കൂടാതെ സിസ്റ്റമിക് ഇൻഫെക്ഷൻസും ഉണ്ടാവാറുണ്ട്. ഡീപ്പർ ടിഷ്യൂസിനെയും ഓർഗാൻസിനെയും എഫക്റ്റ് ചെയ്യുന്ന ഫംഗൽ ഇൻഫെക്ഷൻസ് ആണ് സിസ്റ്റമിക് ഇൻഫെക്ഷൻസ്. നമുക്കിനി ആൻറ്റി ഫംഗൽ ഡ്രഗ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ഫസ്റ്റ് ക്ലാസ് സിസ്റ്റമിക് ഏജൻറ്റ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സിസ്റ്റമിക് ഇൻഫെക്ഷൻസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഏജൻസ് ആണ് സിസ്റ്റമിക് ഏജൻസ്. അതിൽ ഫസ്റ്റ് ക്ലാസ് ആൻറ്റിബയോട്ടിക്സ് ആണ്. ആംഫോടെറിസിൻ ബി, ഗ്രിസിയോഫൾവിൻ എന്നീ 2 ആൻറ്റിബയോട്ടിക്സ് ആണ് ഫംഗൽ ഇൻഫെക്ഷൻസിന് യൂസ് ചെയ്യാറുള്ളത്. അടുത്ത ക്ലാസ് ആൻറ്റി മെറ്റബോളൈറ്റ്. അതിന് എക്സാമ്പിളാണ് ഫ്ലൂസൈറ്റോസിൻ. അടുത്ത ക്ലാസ് ആണ് അസോൾസ്. അസോൾസിന് എക്സാമ്പിളാണ് കീറ്റോകൊണസോൾ, ഫ്ലൂക്കൊണസോൾ, ഇട്രാകൊണസോൾ, വോറിക്കൊണസോൾ, പോസാകൊണസോൾ, റാവുകൊണസോൾ. ഈ കൊണസോൾ എന്ന് എൻഡ് ചെയ്യുന്ന ഈ ഏജൻസ് എല്ലാമാണ് അസോൾ ആൻറ്റി ഫംഗൽ ഏജൻസ്. അടുത്ത ക്ലാസ് ടെർബിനാഫിൻ. ടെർബിനാഫിൻ ഒരു ക്ലാസ് അല്ല, ഒരു സിംഗിൾ ഡ്രഗിൻ്റെ പേരാണ് ടെർബിനാഫിൻ. അടുത്ത ക്ലാസ് എക്കിനോകാൻഡിൻസ്. എക്സാമ്പിൾസ് കാപ്പോഫഞ്ചിൻ, മിക്കാഫഞ്ചിൻ, അനിഡുല ഫഞ്ചിൻ. ഫഞ്ചിൻ എന്ന് എൻഡ് ചെയ്യുന്നതെല്ലാം എക്കിനോകാൻഡിൻസ് ആണ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് സിസ്റ്റമിക് ആൻറ്റി ഫംഗൽ ഡ്രഗ്സിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ടോപ്പിക്കൽ ആൻറ്റി ഫംഗൽ ഡ്രഗ്സിൻ്റെ എക്സാമ്പിൾസ് ആണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ടോപ്പിക്കൽ ഇൻഫെക്ഷൻസിൽ അല്ലെങ്കിൽ സ്കിന്നിലും മ്യൂക്കസ് മെംബ്രെയിനിലും നെയിൽസിലൊക്കെ ഉണ്ടാവുന്ന ഇൻഫെക്ഷൻസ് ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏജൻസ് ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ക്ലാസ് പോളിയീൻ ആൻറ്റിബയോട്ടിക്സ്. പോളിയീൻ ആൻറ്റിബയോട്ടിക്സിന് എക്സാമ്പിൾസ് ആണ് നിസ്റ്റാറ്റിൻ, ഹാമൈസിൻ, നാറ്റാമൈസിൻ. നാറ്റാമൈസിന് മറ്റൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട് പിമാരിസിൻ. അടുത്ത ക്ലാസ് അസോൾസ്. സിസ്റ്റമിക് ഏജൻസിലും അസോൾസ് ഉണ്ട്, ടോപ്പിക്കൽ ഏജൻസിലും അസോൾസ് ഉണ്ട്. ടോപ്പിക്കലി യൂസ് ചെയ്യാൻ പറ്റുന്ന അസോൾസ് ആണ് ക്ലോട്രിമസോൾ, മിക്കോണസോൾ, എക്കോണസോൾ എക്സെട്ര. ഇനി മിസെല്ലേനിയസ് ടോപ്പിക്കൽ ആൻറ്റി ഫംഗൽ ഡ്രഗ്സ്. അതിന് എക്സാമ്പിൾസ് ആണ് ടോൾനാഫ്റ്റേറ്റ്, ബെൻസോയിക് ആസിഡ്, അണ്ടിസൈലേനിക് ആസിഡ്, ക്വിനോഡോക്ലോർ, ബുക്ലോസമൈഡ്, സൈക്ലോപൈറോക്സോലമൈൻ, സോഡിയം തയോസൾഫേറ്റ്, ഹാലോപ്രോജിൻ. ഇനി നമ്മൾ ഈ എക്സാമ്പിൾസിൻ്റെ ഡീറ്റെയിൽസ് ആണ് നോക്കാൻ പോകുന്നത്. ആംഫോടെറിസിൻ ബിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇനി പറയുന്നത്. ആംഫോടെറിസിൻ ബി ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നത് സ്ട്രെപ്റ്റോമൈസസ് നോഡോസസ് എന്നുള്ള ഒരു
ബാക്ടീരിയയിൽ നിന്നാണ്. ക്ലാസ് സിസ്റ്റമിക് ആൻറ്റി ഫംഗൽ ഏജൻ്റാണ്. ആംഫോടെറിസിൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സിസ്റ്റമിക് ആൻറ്റി ഫംഗൽ ഏജൻറ്റിലാണ്. സോ അഡ്മിനിസ്ട്രേഷൻ ഇൻട്രാവീനസ് അഡ്മിനിസ്ട്രേഷൻ ആണ്. അങ്ങനെ ആണെങ്കിൽ മാത്രമേ ഡീപ്പർ ടിഷ്യൂസിനെയും ഓർഗാൻസിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്ന ഫംഗൽ ഇൻഫെക്ഷൻസ് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആംഫോടെറിസിൻ ബി ഒരു ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക് ആണ്. ബ്രോഡ് സ്പെക്ട്രം എന്നാൽ വലിയൊരു ഗ്രൂപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസത്തിനെതിരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഡ്രഗാണ് ആംഫോടെറിസിൻ ബി. അടുത്തത് ആംഫോടെറിസിൻ ബിയുടെ മെക്കാനിസം ഓഫ് ആക്ഷൻ. നമുക്കറിയാം പ്രോട്ടോസോവ, ഫംഗസ് തുടങ്ങിയ മൈക്രോ ഓർഗാനിസത്തിൻ്റെ മെംബ്രെയിൻസിൽ ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമുള്ള ഒരു പ്രധാന കൺസ്റ്റിറ്റ്യുവൻ്റാണ് എർഗോസ്റ്റിറോൾ. ഫംഗസിൻ്റെ മെംബ്രെയിനിൻ്റെ ഒരു പ്രധാന കൺസ്റ്റിറ്റ്യുവൻ്റാണ് എർഗോസ്റ്റിറോൾ. ആംഫോടെറിസിൻ ബി എർഗോസ്റ്റിറോളുമായിട്ട് ബൈൻഡ് ചെയ്യും. ആംഫോടെറിസിൻ ബി ഫംഗൽ മെംബ്രെയിനിലെ എർഗോസ്റ്റിറോളുമായി ബൈൻഡ് ചെയ്യും. ഇങ്ങനെ ബൈൻഡ് ചെയ്താൽ ഫംഗൽ മെംബ്രെയിനിൽ ചെറിയ പോസ് ഉണ്ടാവും. ഇങ്ങനെ ബൈൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ഫംഗൽ മെംബ്രെയിനിൽ മൈക്രോ പോസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ഈ പോഴ്സിൽ കൂടി ഫംഗസിനകത്തുള്ള എസെൻഷ്യൽ മോളിക്യൂൾസ് അല്ലെങ്കിൽ വൈറ്റൽ മോളിക്യൂൾസും അയൺസും ഒക്കെ പുറത്തേക്ക് ലീക്ക് ചെയ്ത് വരും. ഇങ്ങനെ ഫംഗസിനകത്തുള്ള കൺസ്റ്റിറ്റ്യുവൻസ് ഒക്കെ പുറത്തേക്ക് ലീക്ക് ചെയ്ത് വരുന്നതിനാൽ ഫംഗൽ സെൽ ഡെത്ത് ഉണ്ടാവും. ഇതാണ് ആംഫോടെറിസിൻ ബിയുടെ മെക്കാനിസം. അടുത്തത് ആംഫോടെറിസിൻ ബിയുടെ ഫാർമക്കോകൈനറ്റിക്സ്. ഇതിൻ്റെ ഒരു പ്രോബ്ലം, ഓറലി കൊടുത്താൽ ആംഫോടെറിസിൻ ബി അബ്സോർപ്ഷൻ നടക്കില്ല, ബ്ലഡിലേക്ക് എത്താൻ പറ്റില്ല. പക്ഷേ ഇതൊരു അഡ്വാൻറ്റേജ് ആണ്. ഇത് ഇൻറ്റസ്റ്റൈനൽ കാൻഡിഡിയാസിസ് ട്രീറ്റ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആവും. ഞാൻ പറഞ്ഞു ആംഫോടെറിസിൻ ഓറലി കഴിച്ചാൽ അബ്സോർപ്ഷൻ നടക്കില്ല. ഓറലി കഴിക്കുന്ന ഫുൾ ഡോസ് സ്റ്റൊമക്കിൽ നിന്ന് ഇൻറ്റസ്റ്റൈനിലെത്തി, ഇൻറ്റസ്റ്റൈനിൽ നിന്ന് കൊളോണിലെത്തി, കൊളോണിൽ നിന്ന് പുറത്തേക്ക് ഫീസിസ് വഴി അങ്ങ് പോവും. ബ്ലഡിലേക്ക് അബ്സോർപ്ഷൻ തീരെയില്ല. ഇങ്ങനെ അബ്സോർപ്ഷൻ നടക്കാത്തത് കൊണ്ട് ഇൻറ്റസ്റ്റൈനൽ ഏരിയയിൽ കംപ്ലീറ്റ് ആയിട്ട് ഇത് അപ്ലൈ ചെയ്യപ്പെടും. ഇൻറ്റസ്റ്റൈൻ വഴി പാസ് ചെയ്യുമ്പോൾ ഇൻറ്റസ്റ്റൈനൽ വാളിൽ എല്ലാം ഇത് അപ്ലൈ ചെയ്യപ്പെടും. ഇതാണ് ഇൻറ്റസ്റ്റൈനൽ കാൻഡിഡിയാസ് ട്രീറ്റ് ചെയ്യാൻ ഉള്ള ഒരു ഫേവറബിൾ കണ്ടീഷൻ. അപ്പോൾ ഇങ്ങനെ അബ്സോർപ്ഷൻ നടക്കാതെ ഇൻറ്റസ്റ്റൈനൽ ലൂമനിൽ കൂടി പുറത്തേക്ക് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഉപകാരമായി മാറുകയാണ് ഇൻറ്റസ്റ്റൈനൽ കാൻഡിഡിയാസിസിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ. ഇനി ഓറൽ അബ്സോർപ്ഷൻ നടക്കാത്തത് കൊണ്ട് തന്നെ മറ്റ് പല അസുഖങ്ങൾക്കും ഇത് കൊടുക്കേണ്ടി വരുന്ന സിറ്റുവേഷനിൽ അത് IV അഡ്മിനിസ്ട്രേഷൻ വഴിയാണ് കൊടുക്കുന്നത്. ഇൻറ്റസ്റ്റൈനൽ കാൻഡിഡിയാസിസിൽ ഓറലി കൊടുക്കും. പക്ഷേ മറ്റ് സിസ്റ്റമിക് ഇൻഫെക്ഷൻസിൽ IV അഡ്മിനിസ്ട്രേഷനാണ് കൊടുക്കുന്നത്. IV അഡ്മിനിസ്ട്രേഷന് ശേഷം വളരെ നന്നായി ബോഡിയിലെ പല ഭാഗങ്ങളിലേക്കും ആംഫോടെറിസിൻ ബി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. മറ്റൊരു പ്രോപ്പർട്ടി, ആംഫോടെറിസിൻ ബി നല്ല പ്രോട്ടീൻ ബൈൻഡിങ് കാണിക്കുന്ന ഡ്രഗാണ്. ബ്ലഡിലുള്ള പ്ലാസ്മ പ്രോട്ടീൻസുമായി വളരെ നന്നായി ബൈൻഡ് ചെയ്യാനുള്ള എബിലിറ്റി ആംഫോടെറിസിൻ ബി കാണിക്കുന്നുണ്ട്. അടുത്തത് ആംഫോടെറിസിൻ ബിയുടെ മെറ്റബോളിസമാണ്.
ലിവറിലാണ് ആംഫോടെറിസിൻ ബി മെറ്റബോളൈസ് ചെയ്യപ്പെടുന്നത്. ആംഫോടെറിസിൻ ബിയുടെ എക്സ്ക്രീഷൻ യൂറിൻ വഴിയും ബൈൽ വഴിയുമാണ് സംഭവിക്കുന്നത്. അടുത്ത ടോപ്പിക്ക് ആംഫോടെറിസിൻ ബിയുടെ തെറാപ്യൂട്ടിക് യൂസസ്. ഡിഫറെൻറ്റ് ഫംഗൽ ഇൻഫെക്ഷൻസിൽ ഇത് യൂസ് ചെയ്യപ്പെടുന്നു. അതിനുള്ള എക്സാമ്പിൾസ് ആണ് ഇവിടെ കാണുന്നത്. ഫസ്റ്റ് എക്സാമ്പിൾ മിക്കോർ മൈക്കോസിസ്, ദെൻ ക്രിപ്റ്റോകോക്കൽ മെനിഞ്ചൈറ്റിസ്, ഹിസ്റ്റോപ്ലാസ്മോസിസ്, ബ്ലാസ്റ്റോമൈക്കോസിസ്, ആസ്പെർഗില്ലോസിസ്, ദെൻ കാല അസർ. ഇനി ഒരു ടോപ്പിക്കൽ ഇൻഫെക്ഷനിലും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ ക്യൂട്ടേനിയസ് കാൻഡിഡിയാസിസ്. അപ്പോൾ ബേസിക്കലി ഇതൊരു സിസ്റ്റമിക് ആൻറ്റി ഫംഗൽ ഡ്രഗ് ആണെങ്കിലും ടോപ്പിക്കൽ കേസസിലും ആംഫോടെറിസിൻ ബി യൂസ് ചെയ്യുന്നുണ്ട്. ഈ തെറാപ്യൂട്ടിക് യൂസസിൽ നിങ്ങൾ കണ്ടതൊക്കെ പല ടൈപ്പ് ഓഫ് ഫംഗൽ ഇൻഫെക്ഷൻസ് ആണ്. ഓരോ സ്പീഷീസും ഉണ്ടാക്കുന്ന ഫംഗൽ ഇൻഫെക്ഷന് ഓരോ പേരിട്ട് വിളിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ മ്യൂക്കോർ മൈക്കോസിസ് എന്നുള്ളത് മ്യൂക്കോർ മൈസെറ്റ്സ് എന്നുള്ള സ്പീഷീസ് ഉണ്ടാക്കുന്ന ഫംഗൽ ഇൻഫെക്ഷനാണ്. ഹിസ്റ്റോപ്ലാസ്മോസിസ് എന്നുള്ളത് ഹിസ്റ്റോസ്പ്ലാസ്മ ക്യാപ്സുലാറ്റം ഉണ്ടാക്കുന്ന ഒരു ഫംഗൽ ഇൻഫെക്ഷനാണ്. ആസ്പെർഗില്ലോസിസ് എന്നുള്ളത് ആസ്പെർഗില്ല ഫംഗസ് ഉണ്ടാക്കുന്ന ഒരു ഫംഗൽ ഇൻഫെക്ഷനാണ്. അടുത്തത് കാല അസർ ഒരു പ്രോട്ടോസോവൻ ഡിസീസാണ്. ലിഷ്മാനിയ ജീനസിൽ വരുന്ന പ്രോട്ടോസോവ കാരണം ഉണ്ടാവുന്ന ഒരു ഇൻഫെക്ഷനാണ് കാല അസർ. ഇങ്ങനെ വലിയൊരു ഗ്രൂപ്പ് ഓഫ് ഫംഗൽ ഇൻഫെക്ഷൻസിലും പ്രോട്ടോസോവ ഇൻഫെക്ഷനിലും യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗാണ് ആംഫോടെറിസിൻ ബി. അതുകൊണ്ട് തന്നെ ഇത് ഒരു ബ്രോഡ് സ്പെക്ട്രം ഡ്രഗാണ്. അടുത്ത ടോപ്പിക്ക് ആംഫോടെറിസിൻ ബിയുടെ ഡോസ്. ആംഫോടെറിസിൻ ബി ഒരു ലോ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ഉള്ള ഡ്രഗാണ്. തെറാപ്യൂട്ടിക് ഇൻഡെക്സ് എന്നുള്ളത് ഏതൊരു ഡ്രഗിൻ്റെയും സേഫ്റ്റിയുടെ ഒരു മെഷറാണ്. ഒരു ഡ്രഗ് സേഫ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഈ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് അനുസരിച്ചാണ്. ഒരു ഡ്രഗിന് ലോ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ആണ് എന്ന് പറഞ്ഞാൽ ആ ഡ്രഗ് കുറച്ച് പൊട്ടൻറ്റ് ഡ്രഗാണെന്നർത്ഥം. എന്ന് വെച്ചാൽ ഡോസ് നോർമൽ ഡോസിൽ നിന്ന് കുറച്ച് കൂടുമ്പോൾ തന്നെ അത് ടോക്സിക് ആയി മാറാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇങ്ങനെയുള്ള പൊട്ടൻറ്റ് ഡ്രഗ് അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് കുറവുള്ള ഡ്രഗ്സ് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഡോസിലുണ്ടാവുന്ന ചെറിയൊരു വ്യത്യാസം പോലും പേഷ്യൻറ്റിന് ടോക്സിക് എഫക്റ്റ് ഉണ്ടാവാൻ കാരണമാവും. ആംഫോടെറിസിൻ ബിയുടെ മാക്സിമം ഡെയിലി ഡോസ് 1.5 mg/kg ആണ്. ബോഡി വെയ്റ്റിനനുസരിച്ച് ഡോസ് തീരുമാനിച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇനി ഇതൊരു ലോ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ഉള്ള ഡ്രഗ് ആയതുകൊണ്ട് തന്നെ കൊടുക്കുന്നതിന് മുൻപ് മെയിൻ ഡോസ് കൊടുക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ ടെസ്റ്റ് ഡോസ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഈ ടെസ്റ്റ് ഡോസ് കൊടുക്കുന്നത് പേഷ്യൻറ്റിന് ആംഫോടെറിസിൻ ബി കാരണം എന്തെങ്കിലും അഡ്വേഴ്സ് എഫക്ട്സ് ഉണ്ടാവുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ ചില പേഷ്യൻസ് ആംഫോടെറിസിൻ ബിയോട് അലർജിക് ആയിരിക്കും. അങ്ങനെയുള്ള പേഷ്യൻസിന് ചിലപ്പോൾ അനാഫിലാക്സിസ് അല്ലെങ്കിൽ വളരെ സിവിയർ ആയിട്ടുള്ള അലർജിക് റെസ്പോൺസ് വരും. അവരുടെ ലൈഫ് തന്നെ പോകുന്ന രീതിയിലുള്ള അനാഫിലാക്സിസ് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള എന്തെങ്കിലും സൈൻസ് ഉണ്ടോ എന്നറിയാൻ ഒരു ടെസ്റ്റ് ഡോസ് കൊടുത്ത് നോക്കേണ്ടതാണ്. അതുപോലെ കൺവൾഷൻ വരുന്നുണ്ടോ എന്നറിയാൻ
ഈ ടെസ്റ്റ് ഡോസ് കൊടുത്ത് നോക്കേണ്ടതാണ്. ഇങ്ങനെ ടെസ്റ്റ് ഡോസ് കൊടുത്ത് പ്രത്യേകിച്ച് നെഗറ്റീവ് റെസ്പോൺസസ് ഒന്നുമില്ല എങ്കിൽ മാത്രമേ ആംഫോടെറിസിൻ ബിയുടെ മെയിൻ ഡോസ് കൊടുക്കാൻ പാടുള്ളൂ. ഈ ഡ്രഗിൻ്റെ അഡ്വേഴ്സ് എഫക്ട്സ് 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡ്വേഴ്സ് എഫക്ട്സ് ആണ്. റീനൽ ഫങ്ഷൻ കുറയ്ക്കും അല്ലെങ്കിൽ റീനൽ ഇമ്പയർമെൻ്റ് ഉണ്ടാക്കുന്ന ഒരു ഡ്രഗാണ്. ഹെപ്പാറ്റോ സെല്ലുലാർ ഫങ്ഷനിൽ ഇമ്പയർമെൻ്റ് ഉണ്ടാക്കുന്ന ഒരു ഡ്രഗാണ്. റീനൽ പ്രോബ്ലവും ഹെപ്പാറ്റിക് പ്രോബ്ലവും ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു ഡ്രഗാണ് ആംഫോടെറിസിൻ ബി. അനീമിയ ഉണ്ടാക്കും. കൂടാതെ ന്യൂറോളജിക്കൽ സിംറ്റംസ്, നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു, കൺവൾഷൻസ് ഒക്കെ ഉണ്ടാക്കാൻ കാപ്പബിലിറ്റി ഉള്ള ഒരു ഡ്രഗാണ് ആംഫോടെറിസിൻ ബി. അടുത്ത ഡ്രഗ് ഗ്രിസിയോഫൾവിൻ. ഇതൊരു സിസ്റ്റമിക് ആൻറ്റി ഫംഗൽ ഡ്രഗ്സ് ആണ്. സിസ്റ്റമിക് ഇൻഫെക്ഷൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ, ആക്ച്വലി ഗ്രിസിയോഫൾവിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ വെൽ ഡിഫൈൻഡ് അല്ല. പക്ഷേ ഊഹിക്കപ്പെടുന്ന മെക്കാനിസം ഗ്രിസിയോഫൾവിൻ സെൽ ഡിവിഷനിൽ ചേഞ്ചസ് ഉണ്ടാക്കും. യൂക്കാരിയോട്ടിക് സെൽ ഡിവിഷൻ, നമുക്കറിയാം ഫംഗസ് ഒരു യൂക്കാരിയോട്ടാണ്. യൂക്കാരിയോട്ടിക് സെൽ ഡിവിഷൻ, ആ പ്രോസസ്സിനെയാണ് നമ്മൾ മൈറ്റോസിസ് എന്ന് പറയുന്നത്. ഈ മൈറ്റോസിസ് പ്രോസസ്സിലെ മെറ്റാഫേസിനെ അബ്നോർമാലിറ്റീസ് ഉണ്ടാക്കിയിട്ടാണ് ഗ്രിസിയോഫൾവിൻ ആക്ട് ചെയ്യുന്നത്. ഗ്രിസിയോഫൾവിൻ സെൽ ഡിവിഷനിലെ മെറ്റാഫേസ് ഒരു സ്റ്റേജാണ്. സെൽ ഡിവിഷനിലെ ഒരു സ്റ്റേജാണ് മെറ്റാഫേസ്. ആ മെറ്റാഫേസിൽ ചേഞ്ചസ് ഉണ്ടാക്കിയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇങ്ങനെ ചേഞ്ചസ് വരുമ്പോൾ ഫംഗൽ മൾട്ടിപ്ലിക്കേഷൻ തടയപ്പെടും. നേരത്തെ പറഞ്ഞു ഗ്രിസിയോഫൾവിൻ ഒരു ഫഞ്ചി സ്റ്റാറ്റിക് ഡ്രഗാണ്. ഫംഗൽ മൾട്ടിപ്ലിക്കേഷനെ ബ്ലോക്ക് ചെയ്യാനുള്ള എബിലിറ്റി മാത്രമാണുള്ളത്. ഫംഗൽ സെൽ ഡെത്ത് ഉണ്ടാക്കാൻ പറ്റില്ല. മെറ്റാഫേസസിൽ ചേഞ്ചസ് ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ മെറ്റാഫേസ് കറക്റ്റായി നടക്കാത്ത ആ ഒരു കാരണം കൊണ്ട് തന്നെ മൈക്രോട്യൂബ്യൂൾസ് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയൽ സ്ട്രക്ചർ, അതിൻ്റെ ആ സ്ട്രക്ചർ കറക്റ്റ് ആവണമെങ്കിൽ മൈക്രോട്യൂബ്യൂൾസ് കൃത്യമായി ഓറിയൻറ്റ് ചെയ്യപ്പെടണം. ഇങ്ങനെ മൈക്രോട്യൂബ്യൂൾസിൻ്റെ ഓറിയൻറ്റേഷൻ കറക്റ്റ് അല്ലാതെയാക്കും ഗ്രിസിയോഫൾവിൻ മെറ്റാഫേസിൽ ചേഞ്ചസ് വരുത്തുന്നു. അത് കാരണം മൈക്രോട്യൂബ്യൂൾസിൻ്റെ ഓറിയൻറ്റേഷൻ കറക്റ്റ് ആവുന്നില്ല. മൈക്രോട്യൂബ്യൂള് സെൽ ഡിവിഷനിലുള്ള വളരെ ക്രൂഷ്യൽ റോള് വഹിക്കുന്ന ഒരു പോളിമറാണ്. ഈ പോളിമർ ഫംഗസിൻ്റെ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പോളിമറിൽ ഉണ്ടാവുന്ന ഡിസോറിയൻറ്റേഷൻ കാരണം ഫംഗൽ സെൽ ഡിവിഷൻ നടക്കുന്നില്ല. ഇതാണ് ഗ്രിസിയോഫൾവിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ. ഗ്രിസിയോഫൾവിൻ ഒരു ഫഞ്ചി സ്റ്റാറ്റിക് ഡ്രഗാണ്. ഫംഗൽ മൾട്ടിപ്ലിക്കേഷൻ ബ്ലോക്ക് ചെയ്യുന്നു. അടുത്തത് ഗ്രിസിയോഫൾവിൻ്റെ ഫാർമക്കോകൈനറ്റിക്സ്. വാട്ടർ സോലുബിലിറ്റി വളരെ കുറവുള്ള ഒരു ഡ്രഗാണ് ഗ്രിസിയോഫൾവിൻ. സോലുബിലിറ്റി കുറവായതുകൊണ്ട് തന്നെ GITയിൽ നിന്നുള്ള അബ്സോർപ്ഷനും കുറവാണ്. അബ്സോർപ്ഷൻ പാറ്റേൺ ഒന്ന് ചെക്ക് ചെയ്താൽ പാർട്ടിക്കിൾ സൈസിനനുസരിച്ച് അബ്സോർപ്ഷൻ പാറ്റേണും വ്യത്യാസപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. പാർട്ടിക്കിൾ സൈസ് കുറച്ചു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ പാർട്ടിക്കിൾ സൈസ് കുറവാണെങ്കിൽ അബ്സോർപ്ഷൻ വളരെ നന്നായിട്ട് നടക്കും. അതുകൊണ്ട് തന്നെ വളരെ മൈക്രോണൈസ്ഡ് ഫോം, നന്നായിട്ട് പൊടിച്ച ഫോമിലാണ് ഗ്രിസിയോഫൾവിൻ്റെ അബ്സോർപ്ഷൻ വളരെ കൂടുതലാവുന്നത്. ഗ്രിസിയോഫൾവിൻ്റെ ഹാഫ് ലൈഫ് 24 hours ആണ്. ഇനീഷ്യൽ ബ്ലഡ് കോൺസെൻട്രേഷൻ പകുതിയാവാൻ 24 hours എടുക്കും. ഇനി സ്കിന്നിലാണെങ്കിൽ ഹാഫ് ലൈഫ് കുറച്ചുകൂടി കൂടുതലാണ്. സ്കിന്നിലെ ഹാഫ് ലൈഫ് സെവറൽ വീക്സ് ആണ്.
കുറച്ച് ആഴ്ചകളെടുത്താൽ മാത്രമേ സ്കിന്നിൽ നിന്ന് ഗ്രിസിയോഫൾവിൻ ഡിസപ്പിയർ ചെയ്ത് പോവുള്ളൂ. അടുത്തത് ഗ്രിസിയോഫൾവിൻ്റെ തെറാപ്യൂട്ടിക് യൂസ്. ടിനിയ ക്യാപിറ്റിസിലാണ് ഇത് യൂസ് ചെയ്യപ്പെടുന്നത്. ടിനിയ ക്യാപിറ്റിസ് എന്നുള്ളത് ഒരു റിംഗ് വേം ഇൻഫെക്ഷനാണ്. ഡെർമറ്റോഫൈറ്റ്സ് അല്ലെങ്കിൽ സൂപ്പർഫിഷ്യൽ റിംഗ് വേംസ് കാരണം സ്കാൽപ്പിലുണ്ടാവുന്ന ഫംഗൽ ഇൻഫെക്ഷനാണ് ടിനിയ ക്യാപിറ്റിസ്. ഈ കേസിൽ ഗ്രിസിയോഫൾവിൻ്റെ ഡോസ് 125 to 250 milligram 4 times a day. അടുത്ത ടോപ്പിക് ഗ്രിസിയോഫൾവിൻ്റെ അഡ്വേഴ്സ് എഫക്ട്സ്. മെയിൻ അഡ്വേഴ്സ് എഫക്ട്സ് കാർസിനോജെനിസിറ്റി ആൻഡ് ടെറാറ്റോജെനിസിറ്റി, ഫോട്ടോഫോബിയ, പെരിഫറൽ ന്യൂറൈറ്റിസ്. കാർസിനോജെനിക് എന്ന് വെച്ചാൽ ഇത് സെൽ ഡിവിഷനിൽ ചേഞ്ചസ് ഉണ്ടാക്കാൻ കപ്പാസിറ്റിയുള്ള ഡ്രഗാണ്. സോ ആ കാരണം കൊണ്ട് തന്നെ ഹ്യൂമണിൽ യൂസ് ചെയ്യുമ്പോൾ ക്യാൻസർ ഡെവലപ്പ് ചെയ്യാനുള്ള ചെറിയ പൊട്ടൻസി ഗ്രിസിയോഫൾവിൻ കാണിക്കുന്നുണ്ട്. അതാണ് കാർസിനോജെനിസിറ്റി എന്ന് പറഞ്ഞത്. ടെറാറ്റോജെനിസിറ്റി പ്രഗ്നൻറ്റ് ലേഡിക്ക് ഗ്രിസിയോഫൾവിൻ അഡ്മിനിസ്റ്റർ ചെയ്താൽ അത് പ്ലാസൻ്റ ക്രോസ് ചെയ്ത് ഫീറ്റസിലെത്തി ഫീറ്റൽ അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടാക്കാനുള്ള എബിലിറ്റി കാണിക്കുന്നുണ്ട്. ഈ കാർസിനോജെനിസിറ്റിയും ടെറാറ്റോജെനിസിറ്റിയും വളരെ കൂടിയ ഡോസിൽ ഗ്രിസിയോഫൾവിൻ യൂസ് ചെയ്യുമ്പോൾ വരുന്ന ഒരു അഡ്വേഴ്സ് എഫക്റ്റാണ്. അടുത്ത അഡ്വേഴ്സ് എഫക്റ്റ് ഫോട്ടോഫോബിയ. ഗ്രിസിയോഫൾവിൻ കഴിക്കുന്ന ആൾക്കാർക്ക് ലൈറ്റ് ഒരു ഡിസ്കംഫോർട്ട് ഉണ്ടാക്കും. ലൈറ്റ് കാണുമ്പോൾ പെട്ടെന്ന് കണ്ണടച്ചു പോവുക തുടങ്ങിയ കാര്യങ്ങളുണ്ടാവും. അടുത്തത് പെരിഫറൽ ന്യൂറൈറ്റിസ്. നെർവ്സിനുണ്ടാവുന്ന വീക്ക്നെസ്സാണ്. ഈ വീക്ക്നെസ് കാരണം നമുക്ക് ചൂട്, ടച്ച് തുടങ്ങിയ സെൻസേഷൻസ് അനുഭവപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളൊരു കണ്ടീഷനാണ് പെരിഫറൽ ന്യൂറൈറ്റിസ്. മറ്റൊരു അഡ്വേഴ്സ് എഫക്റ്റ് ഹെഡ് ഏക്ക്. അടുത്ത ആൻറ്റി ഫംഗൽ ഡ്രഗ് ഫ്ലൂസൈറ്റോസിൻ. അതിൻ്റെ ഷോർട്ട് 5FC എന്നാണ്. ഫ്ലൂസൈറ്റോസിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ. ഇതൊരു പിരമിഡിൻ ആൻറ്റി മെറ്റബോളൈറ്റ് ആണ്. DNA ബിൽഡിംഗ് ബ്ലോക്സ് ആണ് ന്യൂക്ലിയോടൈഡ്. പിരമിഡിൻ ന്യൂക്ലിയോടൈഡ്സിൻ്റെ ഫോർമേഷനെ ബ്ലോക്ക് ചെയ്യുകയാണ് ഫ്ലൂസൈറ്റോസിൻ ചെയ്യുന്നത്. ഇങ്ങനെ പിരമിഡിൻ ന്യൂക്ലിയോടൈഡ്സിൻ്റെ ഫോർമേഷനെ ബ്ലോക്ക് ചെയ്യുന്ന ഏജൻസ് ആയതുകൊണ്ടാണ് ഇതിനെ പിരമിഡിൻ ആൻറ്റി മെറ്റബോളൈറ്റ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇത് ആക്ട് ചെയ്യുന്നത് നോക്കാം. ഫംഗസിനകത്തുള്ള സൈറ്റോസിൻ ഡീഅമിനേസ് എൻസൈം ഫ്ലൂസൈറ്റോസിനെ കൺവേർട്ട് ചെയ്ത് അതിൻ്റെ ആക്റ്റീവ് മെറ്റബോളൈറ്റ് ആക്കി മാറ്റും. ഈ ആക്റ്റീവ് മെറ്റബോളൈറ്റ് തിമിഡിലേറ്റ് സിന്തേസ് എന്നുള്ള എൻസൈമിനെ ബ്ലോക്ക് ചെയ്യും. തിമിഡിലേറ്റ് സിന്തേസ് പിരമിഡിൻ ന്യൂക്ലിയോടൈഡ് ഉണ്ടാവാൻ സഹായിക്കുന്ന ഒരു എൻസൈമാണ്. ഈ എൻസൈമിനെ ബ്ലോക്ക് ചെയ്യപ്പെടുന്നത് കൊണ്ട് പിരമിഡിൻ ന്യൂക്ലിയോടൈഡ്സ് ഉണ്ടാവുന്നില്ല. അത് കാരണം DNA സിന്തസിസ്, നമുക്കറിയാം ന്യൂക്ലിയോടൈഡ്സ് DNAയുടെ ബിൽഡിംഗ് ബ്ലോക്കാണ്. ഈ പിരമിഡിൻ ന്യൂക്ലിയോടൈഡ് ഉണ്ടാവാത്തത് കാരണം DNA സിന്തസിസ് ഇൻഹിബിറ്റ് ചെയ്യപ്പെടുന്നു. ഇതിൻ്റെ ഫാർമക്കോകൈനറ്റിക്സ്. ഇതൊരു ഓറൽ ആൻറ്റി ഫംഗൽ ഡ്രഗ്സ് ആണ്. ഓറലി കൊടുത്താൽ നന്നായി അബ്സോർബ് ചെയ്ത് ബ്ലഡിലെത്തും. ക്ലാസ് സിസ്റ്റമിക് ഏജൻ്റ് ആണ്. സിസ്റ്റമിക് ഇൻഫെക്ഷൻസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രഗ്സ് ആണ്. ഫ്ലൂസൈറ്റോസിൻ്റെ തെറാപ്യൂട്ടിക് യൂസസ്. അഡ്ജുവൻറ്റ് തെറാപ്പി അല്ലെങ്കിൽ മറ്റൊരു ഡ്രഗിൻ്റെ കൂടെയുള്ള യൂസാണ്. അഡ്ജുവൻറ്റ് തെറാപ്പിക്ക് ഉപയോഗിക്കുന്നു. മറ്റൊരു ആൻറ്റി ഫംഗൽ ഡ്രഗായ ആംഫോടെറിസിൻ ബിയുടെ കൂടെ ഇനി പറയുന്ന
ഡിസീസസ് ട്രീറ്റ് ചെയ്യാനാണ് ഫ്ലൂസൈറ്റോസിൻ യൂസ് ചെയ്യുന്നത്. ക്രിപ്റ്റോകോക്കോസിസ്, കാൻഡിഡിയാസിസ് ആൻഡ് ആസ്പെർഗില്ലോസിസ്. ഈ പറഞ്ഞ ഫംഗൽ ഇൻഫെക്ഷൻസ് ട്രീറ്റ് ചെയ്യാൻ ആംഫോടെറിസിൻ ബിയുടെ കൂടെ യൂസ് ചെയ്യുന്ന ഡ്രഗാണ് ഫ്ലൂസൈറ്റോസിൻ. ഫ്ലൂസൈറ്റോസിൻ്റെ ഒരു മെയിൻ പ്രോബ്ലം അതിൻ്റെ അഡ്വേഴ്സ് എഫക്ട്സിന് കാരണമാവുന്നു. ഫ്ലൂസൈറ്റോസിൻ ബോൺ മാരോ സെപ്പറേഷൻ ഉണ്ടാക്കുന്ന ഡ്രഗാണ്. ബോൺ മാരോ സെപ്പറേഷൻ ഉണ്ടാവുന്നത് കൊണ്ട് ലൂക്കോപീനിയ, ത്രോംബോസൈറ്റോപീനിയ, അനീമിയ. ലൂക്കോപീനിയ WBC കൗണ്ട് കുറയുന്ന കണ്ടീഷനാണ്. ത്രോംബോസൈറ്റോപീനിയ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്ന കണ്ടീഷനാണ്. അനീമിയ ഹീമോഗ്ലോബിൻ കുറയുന്ന ഒരു കണ്ടീഷനാണ്. ഇങ്ങനെയുള്ള അഡ്വേഴ്സ് എഫക്റ്റ് ഫ്ലൂസൈറ്റോസിൻ കാരണം ഉണ്ടാവുന്നു. ഇത് ബോൺ മാരോ സെപ്പറേഷൻ ഉണ്ടാവുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടാവുന്നത്. അടുത്ത ആൻറ്റി ഫംഗൽ ക്ലാസ്സാണ് അസോൾസ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ് അസോൾസ്. ക്ലാസിഫിക്കേഷൻ ഒന്നുകൂടി എടുത്തു നോക്കിയാൽ മനസ്സിലാവും. അസോൾ ആൻറ്റി ഫംഗൽ ഡ്രഗ്സ് സിസ്റ്റമിക് ക്ലാസ്സിലും വരുന്നുണ്ട്, ടോപ്പിക്കൽ ക്ലാസ്സിലും വരുന്നുണ്ട്. എന്നുവെച്ചാൽ സിസ്റ്റമിക് ഇൻഫെക്ഷൻസിലും ടോപ്പിക്കൽ ഇൻഫെക്ഷൻസിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രഗ്സാണ് അസോൾ ആൻറ്റി ഫംഗൽ ഡ്രഗ്സ്. സ്കിന്നിൻ്റെ സൂപ്പർഫിഷ്യൽ ലെയറിൽ ഉണ്ടാവുന്ന ഫംഗൽ ഇൻഫെക്ഷൻസ് ട്രീറ്റ് ചെയ്യാൻ, കൂടാണ്ട് ഡീപ്പർ ടിഷ്യൂസിനെ എഫക്റ്റ് ചെയ്യുന്ന ഫംഗൽ ഇൻഫെക്ഷൻസിനെ ട്രീറ്റ് ചെയ്യാൻ, കൂടാണ്ട് ഓർഗാൻസിനെ എഫക്റ്റ് ചെയ്യുന്ന ഫംഗൽ ഇൻഫെക്ഷൻസ് ട്രീറ്റ് ചെയ്യാൻ ഒക്കെ അസോൾസ് യൂസ് ചെയ്യുന്നു. അസോൾ എന്നുള്ളത് ഒരു സെമി സിന്തറ്റിക് ആൻറ്റി ഫംഗൽ ഏജൻ്റാണ്, അല്ലെങ്കിൽ ആൻറ്റി മൈക്കോട്ടിക് ഏജൻ്റാണ്. കെമിക്കൽ സിന്തസിസ് വഴി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഏജൻസാണ് അസോൾസ്. സോ ഇത് ബാക്ടീരിയയിൽ നിന്നൊന്നും ഡിറൈവ് ചെയ്ത ഏജൻ്റ് അല്ല. അതുകൊണ്ട് ഇതിനെ ആൻറ്റിബയോട്ടിക് എന്ന് പറയാൻ പറ്റില്ല, ബട്ട് ഇതൊരു ആൻറ്റി മൈക്രോബിയൽ ഡ്രഗ്സ് ആണ്. ആൻറ്റി മൈക്രോബിയൽ ഡ്രഗ്സ് മൈക്രോ ഓർഗാനിസത്തിൽ നിന്ന് ഡിറൈവ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ അതിനെ ആൻറ്റിബയോട്ടിക് എന്ന് പറയുന്നത്. ഇനി മൈക്രോ ഓർഗാനിസത്തിൽ നിന്ന് ഡിറൈവ് ചെയ്യാതെ തന്നെ ആൻറ്റി മൈക്രോബിയൽ ഡ്രഗ്സ് ഉണ്ടാക്കാം, കെമിക്കൽ സിന്തസിസ് വഴി ഉണ്ടാക്കാം. അതിനൊരു എക്സാമ്പിളാണ് അസോൾ. അസോൾസ് ആൻറ്റിബയോട്ടിക് എന്നുള്ള പേരിൽ പറയാൻ പറ്റില്ല, പക്ഷേ അത് ആൻറ്റി മൈക്രോബിയൽ ഡ്രഗാണ്. ബാക്ടീരിയയിൽ നിന്നോ മറ്റ് മൈക്രോ ഓർഗാനിസത്തിൽ നിന്നോ എടുക്കുന്നതല്ലാത്തത് കൊണ്ട് ആൻറ്റിബയോട്ടിക് അല്ല, പക്ഷേ ആൻറ്റി മൈക്രോബിയൽ ഡ്രഗാണ്. അസോൾസിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്ലാസ്സാണ് ഇമിഡസോൾസ്. അസോൾസിൽ തന്നെ വരുന്ന മറ്റൊരു ക്ലാസ്സാണ് ട്രയസോൾസ്. ഫസ്റ്റ് ഇമിഡസോൾസിൻ്റെ ഫീച്ചേഴ്സ്. ഇമിഡസോൾസ് എന്നുള്ളത് ഫർദർ ക്ലാസിഫൈഡ് ഇൻ ടു 2. ഒന്ന് സിസ്റ്റമിക്കലി യൂസ്ഡ് ഇമിഡസോൾസ്, രണ്ട് ടോപ്പിക്കലി യൂസ്ഡ് ഇമിഡസോൾസ്. സിസ്റ്റമിക്കലി യൂസ്ഡ് ഇമിഡസോൾസിൻ്റെ എക്സാമ്പിളാണ് കീറ്റോകോണസോൾ. കീറ്റോകോണസോൾ എന്നുള്ളത് ഓറലി എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു അസോളാണ്. ഓറലി കൊടുത്താൽ അബ്സോർബ് ചെയ്ത് ബ്ലഡിലെത്തി സിസ്റ്റമിക് ഫംഗൽ ഇൻഫെക്ഷൻസിനെതിരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡ്രഗാണ് കീറ്റോകോണസോൾ. അടുത്തത് ടോപ്പിക്കലി യൂസ് ചെയ്യുന്ന ഇമിഡസോൾസിന് എക്സാമ്പിളാണ് ക്ലോട്രിമസോൾ, മിക്കോണസോൾ ആൻഡ് ഇക്കോണസോൾ. മിക്കോണസോൾ ടോപ്പിക്കലി യൂസ് ചെയ്യുന്നത് കൂടാതെ IV ഇഞ്ചക്ഷനായും കൊടുക്കാൻ പറ്റും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇമിഡസോൾസിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷനാണ്. ഇമിഡസോൾസ് 3 മെക്കാനിസംസ് വഴിയാണ് ആക്ട് ചെയ്യുന്നത്. അതിലൊന്നാമത്തത് ഇമിഡസോൾസ് എർഗോസ്റ്റിറോളിൻ്റെ സിന്തസിസിനെ ബ്ലോക്ക് ചെയ്യും.
എർഗോസ്റ്റിറോള് ഫംഗൽ സെൽ മെംബ്രെയിൻ ഉണ്ടാവാൻ ആവശ്യമായിട്ടുള്ള കെമിക്കൽ കൺസ്റ്റിറ്റ്യുവൻ്റ് ആണ്. എർഗോസ്റ്റിറോളിൻ്റെ സിന്തസിസ് ബ്ലോക്ക് ചെയ്യുന്നത് കാരണം സെൽ മെംബ്രെയിൻ ഡാമേജ് ഉണ്ടാവുകയും ഫംഗൽ സെൽ ഡെത്ത് ഉണ്ടാവുകയും ചെയ്യുന്നു. രണ്ടാമത്തെ മെക്കാനിസം, ഇമിഡസോൾസ് പെറോക്സിഡേസ് എൻസൈമിനെ ബ്ലോക്ക് ചെയ്യുന്നത് കാരണം ഫംഗൽ സെൽസിനകത്ത് ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഡെപ്പോസിഷൻ വരുന്നു. ഇങ്ങനെ ഡെപ്പോസിഷൻ വരുന്നത് കാരണം സെൽ ഡെത്ത് ഉണ്ടാവുന്നു. മൂന്നാമത്തെ മെക്കാനിസം, ഫംഗസിൻ്റെ നോർമൽ ഫോമിൽ നിന്ന് പാത്തോജനിക് ഫോമിലേക്കുള്ള കൺവേർഷൻ ഇമിഡസോൾസ് ബ്ലോക്ക് ചെയ്യുന്നു. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, കാൻഡിഡ ഈസ്റ്റ് സെൽസ് നോർമൽ ഫോമിൽ നിന്ന് പാത്തോജനിക് ഫോമിലേക്ക് മാറുന്ന പ്രോസസ്സിനെ ഇമിഡസോൾസ് ബ്ലോക്ക് ചെയ്യുന്നു. പാത്തോജനിക് ഫോമിലാണ് ഫംഗസിന് ഹൈഫെ അടക്കമുള്ള സ്ട്രക്ചേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. ഈ ഹൈഫേൻ്റെ ഒരു കളക്ഷനാണ് നമ്മൾ മൈസീലിയം എന്ന് പറയുന്നത്. ഇങ്ങനെ ഹൈഫെ ഡെവലപ്പ് ചെയ്ത പാത്തോജനിക് ഫോമായി ഫംഗസ് മാറുന്നതിന് ഇമിഡസോൾസ് പ്രിവെൻറ്റ് ചെയ്യുന്നു. അത് കാരണം പാത്തോജനിക് ഫോം ഉണ്ടാവുന്നില്ല. അത് കാരണം ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവുന്നില്ല. ഇമിഡസോൾസിലെ ഒരു പ്രധാന ഡ്രഗാണ് കീറ്റോകോണസോൾ. ഇതിൻ്റെ ഫീച്ചേഴ്സ് അടുത്ത ഒരു സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഇട്രാകോണസോളിന് സെയിം ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിന് കോർട്ടിക്കോയിഡ് സെപ്പറേഷൻ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. എന്ന് വെച്ചാൽ അഡ്രീനോകോർട്ടിക്കോട്രോപിക് ഹോർമോൺ അല്ലെങ്കിൽ ACTHൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ കീറ്റോകോണസോളിന് എബിലിറ്റി ഉണ്ട്. ഈ എബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഇത് കുഷിങ് സിൻഡ്രോം ആ ഒരു കണ്ടീഷനിൽ ഉപയോഗിക്കാറുണ്ട്. കുഷിങ് സിൻഡ്രോമിൽ പൊതുവെ ACTHൻ്റെ പ്രൊഡക്ഷൻ വളരെ കൂടുതലായിരിക്കും. ആ പ്രൊഡക്ഷനെ സപ്രസ് ചെയ്യാൻ കീറ്റോകോണസോള് സഹായിക്കുന്നു. ഇമിഡസോളിൽ വരുന്ന മറ്റൊരു ഡ്രഗാണ് ക്ലോട്രിമസോൾ. ഇതിൻ്റെ തെറാപ്യൂട്ടിക് യൂസസ് ടിനിയ ഇൻഫെക്ഷൻ, അത്ലറ്റ്സ് ഫുട്ട്, ഓറൽ വജൈനൽ ആൻഡ് ക്യൂട്ടേനിയസ് കാൻഡിഡിയാസിസ്, കൊറിൻ ബാക്ടീരിയ സ്കിൻ ഇൻഫെക്ഷൻ എക്സെട്ര. അടുത്തൊരു ഡ്രഗ് മിക്കണസോൾ. യൂസസ് പിറ്റീരിയാസിസ് വേഴ്സിക്കുലർ, വൾവോ വജൈനൽ കാൻഡിഡിയാസിസ് എക്സെട്ര. ഇത് IV റൂട്ടിലും കൊടുക്കാറുണ്ട്. സിസ്റ്റമിക് ഫംഗൽ ഇൻഫെക്ഷൻസ് ട്രീറ്റ് ചെയ്യാൻ മിക്കണസോൾ IV റൂട്ടിലും കൊടുക്കാറുണ്ട്. അഡ്വേഴ്സ് എഫക്ട്സ്, ചിൽസ്, ഫീവർ ആൻഡ് ഇച്ചിങ്. അസോൾ ആൻറ്റി ഫംഗൽ ഡ്രഗ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അസോൾ ഡ്രഗ്സിൽ ഒരു ക്ലാസ്സാണ് ഇമിഡസോൾസ്, രണ്ടാമത്തെ ക്ലാസ്സാണ് ട്രയോസോൾസ്. ഇമിഡസോൾസ് ആണ് ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഇനി അങ്ങോട്ട് വരുന്നത് ട്രയോസോൾസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ട്രയോസോൾസ് ഓറലി എഫക്റ്റീവ് ആയിട്ടുള്ള ആൻറ്റി ഫംഗൽ ഡ്രഗ്സ് ആണ്. സിസ്റ്റമിക് ഫംഗൽ ഇൻഫെക്ഷൻസിലാണ് ട്രയോസോൾസ് യൂസ് ചെയ്യുന്നത്. ട്രയോസോൾസിന് എക്സാമ്പിൾസ് ആണ് ഫ്ലൂക്കോണസോൾ, ഇട്രാകോണസോൾ, വോറികോണസോൾ, പോസാകോണസോൾ, റാവുകോണസോൾ എക്സെട്ര. ട്രയോസോൾസിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ, ട്രയോസോൾസ് ഡീമെത്തിലേസ് എൻസൈമിനെ ബ്ലോക്ക് ചെയ്യും. ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നത് കാരണം ഫംഗൽ സെൽ മെംബ്രെയിൻ ഡാമേജ് ഉണ്ടാവും. ഡീമെത്തിലേസ് എൻസൈം എർഗോസ്റ്റിറോൾ ഉണ്ടാവാൻ സഹായിക്കുന്ന എൻസൈമാണ്. എർഗോസ്റ്റിറോള് സെൽ മെംബ്രെയിൻ ഉണ്ടാവേണ്ട മെയിൻ കൺസ്റ്റിറ്റ്യുവൻ്റ് ആണ്. ഡീമെത്തിലേസ് എൻസൈം ബ്ലോക്ക് ചെയ്യപ്പെട്ടാൽ
എർഗോസ്റ്റിറോളിൻ്റെ സിന്തസിസ് ബ്ലോക്ക് ചെയ്യപ്പെടും. അങ്ങനെ വരുമ്പോൾ സെൽ മെംബ്രെയിൻ പ്രോപ്പറായിട്ട് ഫോം ചെയ്യില്ല. അത് കാരണം സെൽ ഡെത്ത് ഉണ്ടാവും. ഇതിൽ വരുന്ന ഒരു മെയിൻ ഡ്രഗാണ് ഇട്രാകോണസോൾ. ഇട്രാകോണസോളിൻ്റെയും കീറ്റോകോണസോൾസിൻ്റെയും പ്രോപ്പർട്ടി ഏതാണ്ട് സെയിം ആണ്. ഇട്രാകോണസോളിൻ്റെ ഫാർമക്കോകൈനറ്റിക്സ് ഓറലി കൊടുക്കാം, ക്യാപ്സ്യൂളായും സൊല്യൂഷൻ ഫോമിലും കൊടുക്കാം, IV അഡ്മിനിസ്ട്രേഷനും. ഇട്രാകോണസോൾ മെറ്റബോളിസം നടക്കുന്നത് ലിവറിൽ വെച്ചാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ഇനി പറയുന്നത്. ഇട്രാകോണസോൾ ഒരു ലിവർ എൻസൈം ഇൻഹിബിറ്ററാണ്. മറ്റു പല ചാപ്റ്റേഴ്സിലും ഇട്രാകോണസോൾ കാരണമുള്ള ഡ്രഗ് ഇൻട്രാക്ഷൻസ് നമ്മൾ കാണും. ലിവർ എൻസൈം ഇൻഹിബിറ്റർ ആയതുകൊണ്ട് തന്നെ ഇട്രാകോണസോളിന് മറ്റു പല ഡ്രഗ്സുമായിട്ടും ഇൻ്ററാക്ഷൻ ഉണ്ട്. അടുത്തത് ഇട്രാകോണസോളിൻ്റെ തെറാപ്യൂട്ടിക് യൂസസ്. ഡിഫറെൻറ്റ് ഫംഗൽ ഇൻഫെക്ഷൻസിലാണ് യൂസ് ചെയ്യുന്നത്. ബ്ലാസ്റ്റോമൈക്കോസിസ്, ഹിസ്റ്റോപ്ലാസ്മോസിസ്, കോക്കിഡിയോഇഡോമൈക്കോസിസ്, പാരാകോക്കിഡിയോഇഡോമൈക്കോസിസ്, ഓരോഫാരിഞ്ചിയൽ ആൻഡ് ഈസോഫാജിയൽ കാൻഡിഡിയാസിസ്, ആസ്പെർഗില്ലോസിസ്, etc. Adverse effect: it causes Stevens-Johnson syndrome and congestive heart failure. Contraindication: it is contraindicated during pregnancy. നെക്സ്റ്റ് ട്രയസോൾ ആണ് ഫ്ലൂക്കോണസോൾ. ഫാർമക്കോകൈനറ്റിക്സ്: സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്, വജൈനൽ ഫ്ലൂയിഡ്, സലൈവ ഇവിടങ്ങളിലേക്ക് നന്നായി പെനിട്രേറ്റ് ചെയ്ത് ഡിസ്ട്രിബ്യൂഷൻ നടക്കാനുള്ള എബിലിറ്റി ഫ്ലൂക്കോണസോളിനുണ്ട്. അതൊരു പ്ലസ് പോയിൻ്റാണ്. ഈ ഭാഗങ്ങളിൽ ഉണ്ടാവുന്ന ഫംഗൽ ഇൻഫെക്ഷൻസ് ട്രീറ്റ് ചെയ്യാൻ ഇത് ഹെൽപ്ഫുള്ളാണ്. ഇതിൻ്റെ തെറാപ്യൂട്ടിക് യൂസസ്: ഓറോഫാരഞ്ചിയൽ കാൻഡിഡിയാസിസ്, ക്രിപ്റ്റോകോക്കൽ മെനിഞ്ചൈറ്റിസ് ഇൻ എയ്ഡ്സ് പേഷ്യൻ്റ്. നേരത്തെ പറഞ്ഞു, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിലേക്കും സലൈവയിലേക്കൊക്കെ എത്താനുള്ള എബിലിറ്റി ഉള്ളതുകൊണ്ടാണ് ഈ തെറാപ്യൂട്ടിക് യൂസസ് വരുന്നത്. അഡ്വേഴ്സ് എഫക്ട്സ്: റിവേഴ്സിബിൾ അലോപേഷ്യ, ഹെയർ ലോസ് ഉണ്ടാക്കാൻ ഫ്ലൂക്കോണസോൾ കാരണമാവുന്നുണ്ട്. പക്ഷെ അതൊരു പെർമനൻറ്റ് ഹെയർ ലോസ് അല്ല, അത് റിവേഴ്സിബിളാണ്. അടുത്ത ടോപ്പിക്ക് ഡ്രഗ് ഇൻട്രാക്ഷൻ ഓഫ് ട്രയസോൾസ്. ഇട്രാകോണസോളും ഫ്ലൂക്കോണസോളും ലിവർ എൻസൈം ഇൻഹിബിറ്റേഴ്സാണ്. ലിവർ എൻസൈം ഇൻഹിബിറ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ ഈ ഡ്രഗ്സ് മറ്റ് പല ഡ്രഗ്സിൻ്റെയും മെറ്റബോളിസം കുറയ്ക്കുന്നുണ്ട്. ഒരു എക്സാമ്പിൾ, സൈക്ലോസ്പോറിൻ, സൾഫോണൈൽ യൂറിയ, വാർഫാറിൻ എന്നീ ഡ്രഗുകളുടെ മെറ്റബോളിസം ഇട്രാകോണസോളും ഫ്ലൂക്കോണസോളും കുറയ്ക്കുന്നു. ഇട്രാകോണസോളും ഫ്ലൂക്കോണസോളും ലിവർ എൻസൈംസിനെ ബ്ലോക്ക് ചെയ്യുന്നു. അത് കാരണം അതിൻ്റെ കൂടെ കഴിക്കുന്ന സൈക്ലോസ്പോറിൻ, സൾഫോണൈൽ യൂറിയ, വാർഫാറിൻ തുടങ്ങിയ ഡ്രഗ്സിൻ്റെ മെറ്റബോളിസം കുറയുന്നു. മറ്റൊരു ഡ്രഗ് ഇൻട്രാക്ഷൻ റിഫാംപസിൻ ഒരു ലിവർ എൻസൈം ഇൻഡ്യൂസറാണ്. ലിവർ എൻസൈം ലെവല് കൂടുന്നത് കൊണ്ട് ഇട്രാകോണസോളിൻ്റെയും ഫ്ലൂക്കോണസോളിൻ്റെയും മെറ്റബോളിസം കൂടും. റിഫാംപസിൻ ലിവർ എൻസൈം ലെവൽ കൂട്ടും. അത് കാരണം ലിവറിൽ മെറ്റബോളൈസ് ചെയ്യപ്പെടുന്ന ഇട്രാകോണസോളിൻ്റെയും ഫ്ലൂക്കോണസോളിൻ്റെയും മെറ്റബോളിസം ലെവൽ കൂടും. ഈ ചാപ്റ്ററിലെ അടുത്ത ഡ്രഗ് ടെർബിനാഫിൻ. മെക്കാനിസം ഓഫ് ആക്ഷൻ: ടെർബിനാഫിൻ ബ്ലോക്ക് ചെയ്യുന്നത് സ്ക്വാലിൻ എപ്പോക്സിഡേസ് എന്നുള്ള എൻസൈമിൻ്റെ ആക്ഷനാണ്.
സ്ക്വാലിൻ എപ്പോക്സിഡേസ് എർഗോസ്റ്റിറോൾ ഉണ്ടാവാൻ സഹായിക്കുന്ന മറ്റൊരു എൻസൈമാണ്. സ്കാലിൻ എപ്പോക്സിഡേസിനെ ബ്ലോക്ക് ചെയ്താൽ എർഗോസ്റ്റിറോളിൻ്റെ ഫോമേഷൻ സ്റ്റോപ്പ് ആവും. എർഗോസ്റ്റിറോൾ ഇല്ലെങ്കിൽ ഫംഗൽ സെൽ മെംബ്രെയിൻ ഫോമേഷൻ നടക്കില്ല, ഫംഗൽ ഡെത്ത് ഉണ്ടാവും. ടെർബിനാഫിൻ്റെ ഫാർമക്കോകൈനറ്റിക്സ്. ടെർബിനാഫിൻ ഓറലി എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡ്രഗാണ്. ഇത് ഫഞ്ചിസൈഡൽ ആക്ഷൻ കാണിക്കുന്ന അല്ലെങ്കിൽ ഫംഗൽ സെൽ ഡെത്ത് ഉണ്ടാക്കാനുള്ള എബിലിറ്റി ഉള്ള ഒരു ഡ്രഗാണ്. ടെർബിനാഫിൻ്റെ ഒരു പ്രോബ്ലം ഹൈ ഫസ്റ്റ് പാസ് മെറ്റബോളിസം ആണ്. ഫസ്റ്റ് പാസ് മെറ്റബോളിസം നമുക്കറിയാം, ഇൻറ്റസ്റ്റൈനിൽ നിന്ന് ബ്ലഡിലേക്ക് എത്തുന്നതിന് മുൻപ് ലിവർ വഴി എല്ലാ മോളിക്യൂൾസും പാസ് ചെയ്യുന്നുണ്ട്. ലിവർ വഴി ടെർബിനാഫിൻ ആദ്യമായി പാസ് ചെയ്യുമ്പോൾ തന്നെ ടെർബിനാഫിൻ്റെ ഒരു പോർഷൻ മെറ്റബോളൈസ് ചെയ്ത് മെറ്റബോളൈറ്റായി മാറും. ബാക്കി മെറ്റബോളൈസ് ചെയ്യപ്പെടാത്ത പോർഷൻ മാത്രമേ ബ്ലഡിലെത്തി ആക്ഷൻ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ ലിവർ വഴി ഫസ്റ്റ് പാസ് ചെയ്യുമ്പോൾ തന്നെ, ലിവറിൽ കൂടെയുള്ള ഫസ്റ്റ് പാസേജിൻ്റെ ടൈമിൽ തന്നെ നടക്കുന്ന ഈ മെറ്റബോളിസത്തിനെയാണ് ഫസ്റ്റ് പാസ് മെറ്റബോളിസം എന്ന് പറയുന്നത്. ഫസ്റ്റ് പാസ് മെറ്റബോളിസം ഉള്ള ഡ്രഗ്സിൻ്റെ പ്രോബ്ലം ഓറൽ ബയോ അവൈലബിലിറ്റി കുറവായിരിക്കും. ഓറൽ റൂട്ടിൽ കൊടുത്താൽ ബ്ലഡിലെത്തുന്ന ഡ്രഗിൻ്റെ പേഴ്സൻറ്റേജ് വളരെ കുറവായിരിക്കും. അതിന് കാരണം ഒരു മേജർ പോർഷൻ ആദ്യം തന്നെ ലിവർ മെറ്റബോളൈസ് ചെയ്ത് മെറ്റബോളൈറ്റാക്കി മാറ്റുന്നതാണ്. മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ്. ഇത് സ്കിന്നിൽ, നെയിലിൽ, ബോഡിയിലുള്ള ഫാറ്റ് കണ്ടൻറ്റിലൊക്കെ അക്യുമുലേറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു ഡ്രഗാണ്. തെറാപ്യൂട്ടിക് യൂസസ് ഫംഗൽ ഇൻഫെക്ഷൻ ആയിട്ടുള്ള ഡെർമറ്റോഫൈറ്റ് ഒനിക്കോമൈക്കോസിസിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. അഡ്വേഴ്സ് എഫക്റ്റ് GI സിംറ്റംസ്, GI ഡിസ്ട്രസ് ഉണ്ടാക്കും, ഹെഡേക്ക് ആൻഡ് റാഷസ്. അടുത്തൊരു ക്ലാസ് ഓഫ് ഡ്രഗാണ് എക്കിനോകാൻഡിൻ. എക്കിനോകാൻഡിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ഡി-ഗ്ലൂക്കാൻ്റെ സിന്തസിസിനെ പ്രിവെൻറ്റ് ചെയ്യുകയാണ് ഈ ഡ്രഗ്സ് ചെയ്യുന്നത്. എന്താണ് ഡി-ഗ്ലൂക്കാൻ? ഫംഗൽ സെൽ വോളിൽ കാണപ്പെടുന്ന ഒരു പോളിസാക്കറൈഡാണ് ഡി-ഗ്ലൂക്കാൻ. ഡി-ഗ്ലൂക്കാൻ്റെ സിന്തസിസിനെ ബ്ലോക്ക് ചെയ്യുന്ന ഏജൻ്റാണ് എക്കിനോകാൻഡിൻ. ഡി-ഗ്ലൂക്കാൻ ഉണ്ടായില്ലെങ്കിൽ ഫംഗൽ സെൽ വോളിൻ്റെ ഫോമേഷൻ നടക്കില്ല, ഫംഗൽ സെൽ ഡെത്ത് ഉണ്ടാവും. ഇതിൻ്റെ ഫാർമക്കോകൈനറ്റിക്സ് എക്കിനോകാൻഡിൻ IV റൂട്ട് വഴിയാണ് ഉപയോഗിക്കുന്നത്. തെറാപ്യൂട്ടിക് യൂസസ് യൂസ്ഡ് ഡ്യൂറിങ് കാൻഡിഡിയാസിസ്. അടുത്ത ഒരു ക്ലാസ് ഓഫ് ഡ്രഗ്സാണ് പോളിയീൻ ആൻറ്റിബയോട്ടിക്സ്. ഇതിൽ വരുന്ന ഡ്രഗ്സാണ് നിസ്റ്റാറ്റിൻ, നാറ്റാമൈസിൻ, ഹാമൈസിൻ. ഫസ്റ്റ് ഡ്രഗ് നിസ്റ്റാറ്റിൻ. ഇത് മാക്രോലൈഡ് എന്നുള്ള കെമിക്കൽ സ്ട്രക്ചറുള്ള ഒരു പോളിയീൻ ആൻറ്റിബയോട്ടിക് ആണ്. ഇതിൻ്റെ ആക്ഷൻ എർഗോസ്റ്റിറോളുമായി ബൈൻഡ് ചെയ്ത് ഫംഗസിൻ്റെ സെൽ മെംബ്രെയിനിൽ പോഴ്സ് ഉണ്ടാക്കി ആ പോഴ്സിൽ കൂടി സെല്ലിനകത്തുള്ള മോളിക്യൂൾസും അയോൺസും ഒക്കെ പുറത്തു വരുന്നത് കാരണം സെൽ ഡെത്ത് ഉണ്ടാവും, ഫംഗൽ സെൽ ഡെത്ത് ഉണ്ടാവും. നിസ്റ്റാറ്റിൻ്റെ യൂസസ് കാൻഡിഡിയാസിസ്, മോണിലിയൽ ഡയറിയ, മോണിലിയൽ വജൈനൈറ്റിസ് എക്സെട്ര. നെക്സ്റ്റ് ഡ്രഗ് നാറ്റാമൈസിൻ. ഒക്കുലാർ കെരാറ്റൈറ്റിസിൽ യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗാണ് നാറ്റാമൈസിൻ. ഫുസാരിയം, സെഫലോസ്പോറിയം ഉണ്ടാക്കുന്ന ഒക്കുലാർ കെരാറ്റൈറ്റിസ് ട്രീറ്റ് ചെയ്യാനാണ് നാറ്റാമൈസിൻ യൂസ് ചെയ്യുന്നത്. അടുത്ത ഡ്രഗ് ഹാമൈസിൻ. യൂസസ് ട്രിച്ചോമോണാസ് വജൈനൈറ്റിസ് ആൻഡ് ഓട്ടോമൈക്കോസിസ്.
അടുത്തൊരു ഡ്രഗ് മിസല്ലേനിയസ് ക്ലാസ്സിൽ വരുന്നൊരു ഡ്രഗാണ് ബെൻസോയിക് ആസിഡ്. ബെൻസോയിക് ആസിഡിൻ്റെ ഒരു ഫേമസ് കോമ്പിനേഷനാണ് ബെൻസോയിക് ആസിഡ് പ്ലസ് സാലിസിലിക് ആസിഡ് എന്നുള്ളത്. വൈറ്റ്ഫീൽഡ് ഓയിൻമെൻ്റ് ആണ് ഈ കോമ്പിനേഷൻ അറിയപ്പെടുന്നത്. വൈറ്റ്ഫീൽഡ് ഓയിൻമെൻറ്റ് എന്നുള്ളത് ബെൻസോയിക് ആസിഡിൻ്റെയും സാലിസിലിക് ആസിഡിൻ്റെയും കോമ്പിനേഷനാണ്. ഈ കോമ്പിനേഷനിൽ ബെൻസോയിക് ആസിഡ് 5% പ്ലസ് സാലിസിലിക് ആസിഡ് 3% ആണ് ഉള്ളത്. ബെൻസോയിക് ആസിഡിൻ്റെ യൂസ് അല്ലെങ്കിൽ ഈ വൈറ്റ്ഫീൽഡ് ഓയിൻമെൻറ്റിൻ്റെ യൂസ് സ്കിന്നിലുണ്ടാവുന്ന എക്സസ് കെരാറ്റിൻ ഡെപ്പോസിഷനെ ഷെഡ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. സ്കിന്നിലെ ഔട്ടർ ലെയേഴ്സ് ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ് കെരാറ്റിൻ. സ്കിന്നിൽ എക്സസ് കെരാറ്റിൻ ഡെപ്പോസിഷൻ ഉണ്ടാവുമ്പോൾ സ്കിന്നിൽ ഒരു തടിപ്പുണ്ടാവും. സ്കിന്നിൻ്റെ തിക്നെസ് അല്ലെങ്കിൽ സ്കിന്നിൻ്റെ പുറത്ത് ബംസ് ഒക്കെ ഡെവലപ്പ് ചെയ്യും. ഈ സ്കിന്നിനുണ്ടാവുന്ന ഈ തടിച്ച ഏരിയാസിൽ ഈ കോമ്പിനേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ബെൻസോയിക് ആസിഡ് പ്ലസ് സാലിസിലിക് ആസിഡ് അപ്ലൈ ചെയ്യുമ്പോൾ എക്സസ് കെരാറ്റിൻ അവിടെ നിന്ന് ഷെഡ് ചെയ്ത് അവിടെയുള്ള ആ തടിപ്പ്, ആ ബംസിൻ്റെ പ്രോബ്ലം പോവും. അടുത്തൊരു ഡ്രഗ് ടോൾനാഫ്റ്റേറ്റ്. ഡെർമറ്റോഫൈറ്റോസിസ് ട്രീറ്റ്മെൻറ്റിലാണ് ടോൾനാഫ്റ്റേറ്റ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഈ ഡിസ്കസ് ചെയ്യുന്ന തെറാപ്യൂട്ടിക് യൂസസ് ഒക്കെ ഡിഫറെൻറ്റ് സ്പീഷീസ് കാരണമുണ്ടാവുന്ന പലതരം ഫംഗൽ ഇൻഫെക്ഷൻസ് ആണ്. അടുത്ത ടോപ്പിക്ക് ആൻറ്റി ഫംഗൽ ഡ്രഗ്സിൻ്റെ നഴ്സിംഗ് ഇംപ്ലിക്കേഷൻ. അതിൽ ഫസ്റ്റ് ഡ്രഗ് ഇട്രാകോണസോൾ ആൻഡ് ഫ്ലൂക്കോണസോൾ. അലർജിയാണ് ഒരു മെയിൻ പ്രോബ്ലം. അസോൾ ആൻറ്റി ഫംഗൽ ഡ്രഗ്സിന് ചില ആൾക്കാർക്ക് അലർജി ഉണ്ടാക്കും. ഏതെങ്കിലും ഒരു അസോൾ ആൻറ്റി ഫംഗൽ ഡ്രഗിനോട് അലർജി ഉണ്ടെങ്കിൽ മറ്റൊരു അസോൾ ആൻറ്റി ഫംഗൽ ഡ്രഗ്സും കഴിക്കാൻ പാടില്ല. ഇട്രാകോണസോളിന് അലർജി ഉള്ള ഒരാൾക്ക് ഫ്ലൂക്കോണസോൾ കഴിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഫ്ലൂക്കോണസോളിനോട് അലർജി ഉള്ള ഒരാൾക്ക് കീറ്റോകോണസോൾ കഴിക്കാൻ പാടില്ല. അങ്ങനെ ഇത് കഴിക്കുമ്പോൾ ചെയ്യേണ്ട ലാബ് ടെസ്റ്റുകൾ ബ്ലഡ് യൂറിയ നൈട്രജൻ, സിറം ക്രിയാറ്റിനിൻ ആൻഡ് ലിവർ ഫങ്ഷൻ. ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ALT അലാനിൻ ട്രാൻസാമിനേസ്, AST ആസ്പർട്ടേറ്റ് ട്രാൻസാമിനേസ്, ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ്, ബിലിറൂബിൻ ഇങ്ങനെയുള്ള ലാബ് ടെസ്റ്റ് വാല്യൂസ് എലവേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ലാബ് ടെസ്റ്റ് വാല്യൂസ് എലവേറ്റ് ചെയ്യുന്നതിന് ഇട്രാകോണസോളും ഫ്ലൂക്കോണസോളും കാരണമാവുന്നു. സോ ഇടയ്ക്കിടെ ഹെപ്പാറ്റോടോക്സിസിറ്റി മോണിറ്റർ ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്ത് ഹെപ്പാറ്റോടോക്സിസിറ്റി വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മോണിറ്റർ ചെയ്യാം. ഈ ഡ്രഗ്സ് കഴിക്കുന്ന പേഷ്യൻസിന് കൊടുക്കുന്ന കൗൺസിലിംഗ് പോയിൻറ്റ്സ്, ഈ പേഷ്യൻ്റ് ഡയബറ്റിക് ആണെങ്കിൽ അവർ കഴിക്കുന്ന ഒരു ഡ്രഗാണ് സൾഫോണൈൽ യൂറിയ. ഡയബറ്റിക് പേഷ്യൻസ് കഴിക്കുന്ന ഒരു ഡ്രഗാണ് സൾഫോണൈൽ യൂറിയ. ഇട്രാകോണസോളും ഫ്ലൂക്കോണസോളും എൻസൈം ഇൻഹിബിറ്റേഴ്സ് ആയതുകൊണ്ട് സൾഫോണൈൽ യൂറിയാസിൻ്റെ മെറ്റബോളിസം കുറയുന്നുണ്ട്. ഇത് കാരണം സൾഫോണൈൽ യൂറിയാസിൻ്റെ ബോഡിയിലെ കോൺസെൻട്രേഷൻ കൂടുകയും ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാക്കുകയും ചെയ്യാൻ ചാൻസ് ഉണ്ട്. സൾഫോണൈൽ യൂറിയാസ് ബ്ലഡ് ഗ്ലൂക്കോസ് കുറയ്ക്കുന്ന ഡ്രഗ്സാണ്. ബോഡിയിൽ ഈ ഡ്രഗ്സിൻ്റെ സൾഫോണൈൽ യൂറിയാസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോഴത്തേക്ക് ഹൈപ്പോഗ്ലൈസീമിയ കുറച്ചുകൂടി സിവിയർ ആയിട്ട് ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു കപ്പാസിറ്റി ഉള്ളത് കൊണ്ട് ഷുഗർ ലെവൽ ഇടയ്ക്കിടെ മോണിറ്റർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇട്രാകോണസോളും സൾഫോണൈൽ യൂറിയാസും ഒരുമിച്ച് കഴിക്കുന്ന ആൾക്കാർക്ക് ഷുഗർ ലെവൽ ഇടയ്ക്കിടെ മോണിറ്റർ ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുക്കുക. മറ്റൊരു കാര്യം, പേഷ്യൻസിനോട് ഏത് ഡോക്ടറെ കാണുമ്പോഴും ഇപ്പോൾ കഴിക്കുന്ന ഡ്രഗ്സിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പറയുക.
കാരണം ഇട്രോകോണസോളിനും ഫ്ലൂക്കോണസോളിനും മറ്റ് പല ഡ്രഗ്സുമായിട്ടും ഇൻട്രാക്ഷൻ ഉണ്ട്. ഇത് രണ്ടും എൻസൈം ഇൻഹിബിറ്റേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഡ്രഗ് ഇൻട്രാക്ഷൻസ് മനസ്സിലാക്കാൻ വേണ്ടി നിലവിൽ കഴിക്കുന്ന ഡ്രഗ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഏത് ഡോക്ടറെ കാണുമ്പോഴും പറയാനുള്ളത് പേഷ്യൻറ്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക. അടുത്തൊരു ഡ്രഗ് ടെർബിനാഫിൻ. സ്കിൻ ഇറിറ്റേഷൻ എന്തെങ്കിലും ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യാൻ പേഷ്യൻറ്റിനോട് പറയുക. പേഷ്യൻ്റ് ആൻഡ് ഫാമിലി എഡ്യൂക്കേഷനിൽ ടെർബിനാഫിൻ ക്രീം എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നുള്ളത് കറക്റ്റായിട്ട് പേഷ്യൻറ്റിന് പറഞ്ഞു കൊടുക്കുക. സ്കിൻ ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യാൻ പറയുക. ടെർബിനാഫിൻ അപ്ലൈ ചെയ്യുന്നത് ഇടയ്ക്ക് സ്റ്റോപ്പ് ആക്കരുത് എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കുക. ട്രീറ്റ്മെൻറ്റ് പൂർത്തിയാവുന്നത് വരെ ഇതിൻ്റെ യൂസ് കണ്ടിന്യൂ ചെയ്യണം. മാത്രമല്ല ടെർബിനാഫിൻ കഴിക്കുന്ന ബ്രസ്റ്റ് ഫീഡിങ് ലേഡിയോട് ഇത് കഴിച്ചു തീരുന്നത് വരെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യരുത് എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കുക. അടുത്തൊരു ഡ്രഗ് ആംഫോടെറിസിൻ ബി. ആംഫോടെറിസിൻ ബി കഴിക്കുന്നവർ ചെയ്യേണ്ട ലാബ് ടെസ്റ്റുകൾ, ഒന്ന് കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി. ആംഫോടെറിസിൻ ഒരു ആൻറ്റിബയോട്ടിക് ആണ്. കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി ചെയ്ത് ആംഫോടെറിസിൻ എഫക്റ്റീവ് ആയ ഒരു കേസാണോ എന്നുള്ളത് ഉറപ്പാക്കണം. മറ്റ് ടെസ്റ്റുകൾ ബ്ലഡ് യൂറിയ നൈട്രജൻ, സെറം ക്രിയാറ്റിനിൻ ക്ലിയറൻസ് എക്സെട്ര. ഇത് യൂറിൻ വഴി എക്സ്ക്രീറ്റ് ചെയ്യുന്ന ഒരു ഡ്രഗാണ്. അതുകൊണ്ട് ഈ ടെസ്റ്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊരു ടെസ്റ്റ് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, ദെൻ സെറം, ഇലക്ട്രോലൈറ്റ് എക്സെട്ര. ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് റേഷ്യോ മോണിറ്റർ ചെയ്യണം. യൂറിൻ വഴി എക്സ്ക്രീറ്റ് ചെയ്യുന്ന ഒരു ഡ്രഗാണിത്. മാത്രമല്ല ഇത് വളരെ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് കുറവുള്ളൊരു ഡ്രഗാണ്. സോ ടോക്സിസിറ്റി ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് റേഷ്യോ മോണിറ്റർ ചെയ്യണം. ഔട്ട്പുട്ട് വളരെ കുറയുന്ന കണ്ടീഷൻ, യൂറിൻ പ്രൊഡക്ഷൻ കുറയുന്ന ഒരു കണ്ടീഷൻ, ഒളിഗൂറിയ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അത് റിപ്പോർട്ട് ചെയ്യണം. ബിക്കോസ് ഡ്രഗിൻ്റെ എലിമിനേഷൻ അപ്പോൾ കുറയും, ഡ്രഗിൻ്റെ എക്സ്ക്രീഷൻ കുറയാനുള്ള ചാൻസ് ഉണ്ട്. റീനൽ ഫങ്ഷൻ ഇംപ്രൂവ് ചെയ്യുന്നത് വരെ തൽക്കാലം അങ്ങനെയുള്ള കേസുകളിൽ ഡ്രഗ് നിർത്തേണ്ടതാണ്. ഇനി ആംഫോടെറിസിൻ കഴിക്കുന്ന പേഷ്യൻസിന് കൊടുക്കേണ്ട എഡ്യൂക്കേഷൻ പോയിൻറ്റ്സ്. ഒന്ന്, ഈ സ്കിൻ ഇൻഫെക്ഷനിലൊക്കെ ടച്ച് ചെയ്ത് ക്ലോത്തിങ്സ് ഉടൻ തന്നെ വാഷ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ മറ്റ് ഏരിയാസിലേക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവാനും അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. മറ്റൊന്ന്, യൂറിൻ വഴി എക്സ്ക്രീറ്റ് ചെയ്യുന്ന ഡ്രഗ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കാൻ പറയുക. കുറച്ച് പൊട്ടൻസി കൂടിയൊരു ഡ്രഗാണ് ആംഫോടെറിസിൻ ബി. മറ്റൊരു കാര്യം, സ്കിന്നിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ നടത്തുമ്പോൾ, സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ സ്കിന്നിൻ്റെ കളറിൽ ചെറിയ ചേഞ്ചസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൂടി പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കുക. ഈ ചാപ്റ്ററിൽ ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആംഫോടെറിസിൻ ബി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസോൾ ആൻറ്റിഫംഗൽ ഡ്രഗ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടാതെ നേഴ്സിംഗ് ഇംപ്ലിക്കേഷൻസ് ചോദിക്കാനുള്ള ചാൻസും കൂടുതലാണ്. ദാറ്റ്സ് ഓൾ അബൌട്ട് ആൻറ്റിഫംഗൽ ഡ്രഗ്സ്.